നമസ്കാരം സുഹൃത്തുക്കളെ. സുഹ്റാൻ മംദാനി ന്യൂയോർക്കിന്റെ മേയറായിരിക്കുകയാണ്. അപ്പം അതിനെപ്പറ്റി സംസാരിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വിജയം? ഞാൻ സീതാ കാര്യങ്ങളിലേക്ക് കടക്കുന്ന ആളാണ്. മംദാനിയുടെ അപ്പനാര്, അമ്മയാര്, എന്താണ് കുടിച്ചുകൊണ്ടിരുന്നത്, അവർ എന്തൊക്കെയാണ് അവരുടെ ഇഷ്ടവിഭവം, ഈ കാര്യങ്ങളൊക്കെ ഞാൻ മലയാളം മാധ്യമങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ഞാൻ സീതാ കാര്യങ്ങളിലേക്ക് കടന്നു വരികയാണ്. എന്തുകൊണ്ടാണ് മംദാനിയുടെ വിജയം ഉണ്ടായിരിക്കുന്നത്? സംഘികൾ പോലും എന്തുകൊണ്ടാണ് മംദാനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്? ഒരു കൂട്ടം ആളുകൾ നാട്ടിൽ സ്റ്റാറ്റസ് വരെ വെച്ചു തുടങ്ങി. വംശീയതയ്ക്കും വർഗീയതയ്ക്കും എതിരെ മംദാനി വോട്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ പഠിക്കുകയാണ് ചോദ്യം എന്ന് പറയുന്നത്, വംശീയതയ്ക്കും വർഗീയതയ്ക്കും എതിരാണോ ന്യൂയോർക്കിൽ ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഏകദേശം 51% വോട്ടുകളാണ് മംദാനി കിട്ടിയിരിക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഫാസിസം അല്ലെങ്കിൽ സോഷ്യലിസത്തിന് വേണ്ടിയാണോ? എൻ്റെ അഭിപ്രായത്തിൽ വെറും മുട്ടുവറ, അസ്തിത്വം ഇല്ലാതാകുന്നു എന്ന് മനസ്സിലാക്കി ഒരു കൂട്ടം ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. വേറെ ഒന്നുമില്ല. മംദാനി എന്ന് പറയുന്നത് പകുതി കേജ്രിവാളിന്റെയും രണ്ടാമത്തെ മമതാ ബീഗത്തിന്റെയും ഒരു രൂപം. ആദ്യം കടന്നു വരാം. മമതാ ബീഗം എന്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ബംഗാളിൽ BJP ഒരു കാരണവശാലും ജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്താണ് കാരണം അറിയാൻ സാധിക്കും. ഓക്കെ, 10 ലക്ഷം വോട്ടുകളാണ് മംദാനി കിട്ടിയിരിക്കുന്നത്. 20 ലക്ഷം വോട്ട് പോൾ ചെയ്തു. കഴിഞ്ഞ ഇലക്ഷനിൽ വെറും 11 ലക്ഷം വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്തത്. ഈ ഇലക്ഷൻ അവിടെയും കുതിച്ചുയർന്ന് ഇരട്ടിയിലധികമായി. എന്താ കാരണം എന്ന് വെച്ചാൽ, വന്ന് കയറിയവരുടെ നഗരമാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത്. ഏകദേശം 3.5 ലക്ഷം വോട്ടുകൾ മുസ്ലിം സമുദായത്തിനുണ്ട്. ഏകദേശം 2-2.5 ഇന്ത്യൻ സമുദായത്തിനുണ്ട്. പിന്നെ ആഫ്രിക്കൻസ്, ലാറ്റിനോസ്, അങ്ങനെ എല്ലാ ഇമിഗ്രൻസും, എല്ലാവർക്കും നല്ല പേടിയാണ് ട്രംപിനെ. സത്യം പറയാലോ, അമേരിക്കയിലെ പ്രമുഖ നഗരങ്ങളായിട്ട് ലോസ് ആഞ്ചലസ്, കാലിഫോർണിയ, ന്യൂയോർക്കില് ഐസ് എന്ന് പറയുന്ന ട്രംപിന്റെ സംഘടനയല്ല, ട്രംപിന്റെ ആന്റി ഇമിഗ്രേഷൻ സ്ക്വാഡ്, അവർ വളഞ്ഞിട്ട് ആൾക്കാരെ പിടിക്കുന്ന വീഡിയോസ് എല്ലാവരും കണ്ടതാണ്. ഈ ന്യൂയോർക്കിൽ പോലും വന്നവർക്ക് അറിയാം. ഈ തെരുവോരങ്ങളിലും വണ്ടികളിൽ കൂടെ ചിക്കൻ ഓവർ റൈസ്, പിന്നെ കബാബ്, പിന്നെ പല സാധനങ്ങളൊക്കെ വിൽക്കുന്ന വണ്ടികളൊക്കെ, ആ വണ്ടികളിലൊക്കെ തെരഞ്ഞു പിടിച്ച് ആളുകളെ വളഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് 90% ന്യൂയോർക്കിലെ ആളുകളും കണ്ടു. ആളുകൾക്ക് ഒരു പേടിയാണ്, അസ്തിത്വം ഇല്ലാതാകുന്നു എന്ന ചിന്തയാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് 90% ആളുകളും ഇമിഗ്രൻസ് മംദാനിക്ക് അനുകൂലമായിട്ട് വിധി എഴുതി. ഒരു പ്രതീക്ഷ എന്ന് പറയാൻ സാധിക്കും. പ്രതീക്ഷ എന്ന് പറയുന്നത് ഐസ് വരില്ല, ട്രംപ് ന്യൂയോർക്കിലേക്ക് വരില്ല, സാങ്ച്വറി സിറ്റി എന്ന് പറയും. അതായത് സുരക്ഷയുള്ള നഗരങ്ങൾ. ആ നഗരത്തിൽ ട്രംപിന്റെ സേനയ്ക്ക് കടന്നു വരാൻ സാധിക്കില്ല, പ്രതിരോധം തീർക്കും എന്നുള്ളൊരു പ്രതീക്ഷ. അങ്ങനെയാണ് 90% ഇമിഗ്രൻസും, അമേരിക്കയിൽ ജനിക്കാത്ത ആളുകൾ എല്ലാവരും അവരുടെ വോട്ടുകൾ പോയി കാസ്റ്റ് ചെയ്തു. രണ്ടാമത് വന്നത് ട്രംപിന്റെ എതിർ സ്ഥാനാർത്ഥി ആൻഡ്രോ കോമോ എന്ന് പറയുന്ന ഡെമോക്രാറ്റ് പാർട്ടിക്കാരുടെ രണ്ടാമത് വന്നിരിക്കുന്നത്. അവന് കിട്ടി 41% വോട്ട്. ഒരു പടുകിളവൻ ആൻഡ്രോ കോമോ എന്ന് പറയുന്ന ആളുകൾ വെറുപ്പിച്ച് പോയൊരു വേറെ കിളവൻ. അയാൾ ന്യൂയോർക്കിന്റെ ഗവർണറായിരുന്നു വർഷങ്ങളോളം. വെറുപ്പിച്ച് ഇറങ്ങിപ്പോയി. അവിടെ യുവാക്കൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇയാൾ വന്നു കഴിഞ്ഞാൽ ഈ അമേരിക്കയിലുള്ള ബില്യനേഴ്സ്, അതായത് ന്യൂയോർക്കിലെ ബില്യനേഴ്സിന് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്യുള്ളൂ എന്ന് അവർക്കറിയാം. മൂന്നാമത്തെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്ക് അവൻ ജയിക്കില്ല എന്നറിയാം. അതിന് ഗതി കെട്ടാണ് ഈ മംദാനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. മമതാ ബേഗത്തിന്റെ പരിപാടി തന്നെ. ഞാൻ ഇപ്പൊ മനസ്സിലായില്ലേ? പിന്നെ വേറെ ഒന്നുമല്ല. കാരണം ദില്ലിയിൽ 3 വർഷം 3 തവണ 70 വോട്ടും വാങ്ങിച്ച് സീറ്റും വാങ്ങി ജയിച്ചതാണ് കേജ്രിവാൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവും, അയ സംഘികളും ഡൽഹിയിലും അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പൊ എന്തുകൊണ്ടാണ് വോട്ട് കിട്ടാനുള്ള കാരണം. ഇനി സോഷ്യലിസം, അതായത് കേജ്രിവാളിന്റെ പരിപാടി, ഫ്രീ വെള്ളം, ഫ്രീ വൈദ്യുതി, ഫ്രീ താമസം, ഫ്രീ ആയിട്ടുള്ള ബസ്, എല്ലാം ഫ്രീ, പോലീസും വേണ്ട, ഒന്നുമില്ല, എല്ലാം ഫ്രീ. പക്ഷെ പണം ആര് കൊടുക്കും? ഞാൻ കൊടുക്കില്ല. ആര് കൊടുക്കും? ആരും കൊടുക്കാൻ പോകുന്നില്ല. വരാൻ പോകുന്ന ആരായിരിക്കും? എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം, അടുത്ത ലണ്ടൻ ആവാൻ പോവുകയാണ് ന്യൂയോർക്ക്. പക്ഷേ എല്ലാവരും ഓക്കെയാണ്. കാരണം എന്തുകൊണ്ടാണ്? 90% ആളുകൾ ഇമിഗ്രൻസ് ആണ്. അവർക്ക് പോലീസിനെയും പേടിയാണ്, സംവിധാനങ്ങളെയും പേടിയാണ്, നിയമത്തിനെയും പേടിയാണ്. അവർക്ക് അവരുടേതായ നിയമങ്ങളുമായിട്ട് ഇങ്ങനെ അടിഞ്ഞാടി നടക്കണം. അതിന് നല്ല വ്യക്തി ആരാണ്? നല്ല വ്യക്തി നമ്മുടെ സുഹ്റാൻ മംദാനി തന്നെയാണ്. ഇതാണ് ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. 90% ആളുകൾക്കും എല്ലാവർക്കും പേപ്പർ ഇല്ല എന്ന് ഞാൻ പറയില്ല. പലർക്കും പേപ്പർ ഇല്ലാത്ത ആളുകളും
പറയുമ്പോൾ തരികിട ബിസിനസ്സുകാരൊക്കെ ഒരുപാടുണ്ട്. അവരുടെയൊക്കെ അകമഴിഞ്ഞ സപ്പോർട്ട് മമതാന് കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമോ? ഒരു മണ്ണാങ്കട്ടം ചെയ്യാൻ സാധിക്കില്ല. ഇത് ചെയ്യണമെങ്കിൽ ഫണ്ട് വേണം. ഫണ്ട് ഈ പറയുന്ന ഫ്രീ ആയിട്ട് കേജ്രിവാൾ 15 വർഷം ഡൽഹി മുടിച്ചു. എന്താ സംഭവിച്ചു? എന്താ ശീഷ് മഹൽ ഉണ്ടാക്കി, അതായത് രാജകൊട്ടാരം ഉണ്ടാക്കി. എത്ര വോട്ടിനാ തോറ്റുപോയതല്ലേ? അദ്ദേഹം 4ാം വട്ടം തോറ്റു തുന്നമ്പാടി അഴിമതി കേസിൽ പെട്ടുകൊണ്ട് നാട് വിടേണ്ടി വന്നു. ഇപ്പൊ പഞ്ചാബിൽ എവിടെയോ പോയിട്ട് രാജകൊട്ടാരം ഉണ്ടാക്കി താമസിക്കുന്ന കേട്ടെ. അതായത് വികസനം വികസനം എന്ന് പറഞ്ഞുകൊണ്ട് വന്നവന്റെ തനി സ്വരൂപം നിങ്ങൾ കണ്ടോ? ഇത് തന്നെയാണ് ഈ പുള്ളിയുമാണ്. എന്ന് ചെയ്യാൻ പറ്റൂ? ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റേ ട്രംപിന്റെ പോലീസിൽ തടയാൻ പറ്റൂ? അതും തടയാൻ പറ്റില്ല. 5 വർഷം പറയും ട്രംപ് ഈ പ്രോബ്ലം ആണ്, അങ്ങനെ ഇങ്ങനെയാണ്. എന്തെങ്കിലും ആകെ വരാൻ പോകുന്ന മാറ്റം എന്താണ്? അഴിഞ്ഞാട്ടം മാത്രം. ഈ ന്യൂയോർക്കിലും അമേരിക്കയിലെ സമീപ പ്രദേശങ്ങളിലൊക്കെയുള്ള എല്ലാ തരികിട പാർട്ടികളും ഇനി ന്യൂയോർക്ക് ടൗണിൽ വന്ന് താമസമാവും. കാരണം എന്തുകൊണ്ടാണ്? എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. പോലീസും ചോദിക്കാനും പറയാനും ആരുമില്ല. ഇതാണ് ലണ്ടനിൽ സംഭവിച്ചിരിക്കുന്നത്. ലണ്ടനിൽ എങ്ങനെയാണ് ഗ്രൂമിംഗ് ഗാങ്സ് കൂടിയിരിക്കുന്നത്? അവരുടെ നിയമം വന്നതുകൊണ്ട്. അതൊന്നും കുഴപ്പമില്ല, അവർക്ക് അതൊന്നൊരു പ്രശ്നമല്ല. കാരണം അവരുടെ രീതികൾ അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതായത് ലണ്ടനിൽ ന്യൂയോർക്കിലെ പണമുള്ളവനും ജോലി എടുക്കുന്നവനൊക്കെ അവിടുന്ന് വീട് വിറ്റു. അവരൊക്കെ അവസാനിപ്പിച്ചു. ഏകദേശം 1 ലക്ഷത്തോളം ആളുകളാണ് ന്യൂയോർക്ക് വിട്ടുപോയിരിക്കുന്നത്. ബാക്കിയുള്ള ആൾക്ക് മിഡിൽ ക്ലാസ് ഇന്ത്യൻസ് അല്ലേ, അവരൊക്കെ പെട്ടുപോയി. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ജോലി എടുക്കുന്നവര് ഇത്തരത്തിലുള്ള ഈ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടവർക്ക് വേണ്ടി പണം അടയ്ക്കുക, ടാക്സ് അടയ്ക്കുക, ജോലി എടുക്കുക, ടാക്സ് എടുക്കുക, ജോലി എടുക്കുക, ടാക്സ് എടുക്കുക. ടെക്സസിന്റെ ഗവർണർ പറഞ്ഞിരിക്കുകയാണ് ന്യൂയോർക്കിൽ നിന്ന് ഇനി വരുന്നവർക്ക് 100% താരിഫ്. അപ്പോൾ ഇനി അതും സമാധാനമായി. അവിടെയും പോകാൻ സാധിക്കില്ല. സത്യം പറഞ്ഞാൽ മധ്യവർഗത്തിന് നടുപൊടിച്ചുകൊണ്ട് ഒരു പണിയും ചെയ്യാത്ത വീട്ടിലിരിക്കുന്നവർക്ക് വാരിക്കൂരി കൊടുക്കുകയും ചെയ്യും. ഇനിയിപ്പോ നല്ല ചെരുപ്പ് കുത്തിയും തുന്നൽക്കാരനും എല്ലാം ഇനി ഇവിടെ വന്ന് താമസിച്ച് ഈ സിറ്റി അലമ്പാക്കും. എന്നാലും നമുക്കത് മതിയെന്നേ, നമുക്ക് വേറെ ഒന്നും വേണ്ട. നമ്മൾ ഇതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് എന്താണ് മമതാന് ജയിക്കാനുള്ള കാരണം? സാമ്രാജ്യവും വർഗീയതയും ഒന്നുമല്ല. നല്ല മുട്ടിനെ പേടിയാണ് ട്രംപ്. പിന്നെ ട്രംപും അല്പം മോശക്കാരനായിരുന്നില്ല. കഴിഞ്ഞൊരു വർഷമായിട്ട് എല്ലാവരും വെറുപ്പിക്കൽ നാടകം ആരംഭിച്ച് കുറച്ച് നാളുകളായിട്ടുണ്ട്. അപ്പോൾ വെറുപ്പിക്കൽ നാടകത്തിന് ജനങ്ങൾ ഒരു ചെറിയ മറുപടിയും കൊടുത്തിരിക്കുകയാണ്.